ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ മലപ്പുറം മഞ്ചേരിയിലുള്ള ചെറുകുളം എന്ന സ്ഥലത്തുള്ള ഒരു കൃഷിയിടത്തിലാണ്. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ചധികം കവുങ്ങുണ്ട്, പിന്നെ കുറേ തെങ്ങുണ്ട്. അതിനൊപ്പം തന്നെ ആ കവുങ്ങിലും തെങ്ങിലും എല്ലാം തന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. CK ബാപ്പുട്ടിക്കാക്ക എന്നൊരാളുടെ കൃഷിയിടത്തിലാണ് നമ്മളുള്ളത്. നമ്മളിവിടെ വെച്ച് ഈ കൃഷിയിടം നമ്മൾ പരിചയപ്പെടുന്നതിനൊപ്പം തന്നെ മറ്റൊരു സാധനം കൂടെ നിങ്ങളെ പരിചയപ്പെടുന്ന പോകുന്നത് ഒരു ഫൈബർ ഏണിയും അതിനൊപ്പം തന്നെ ഒരു അലുമിനിയം ഏണിയുമാണ്. നമ്മുടെ കുരുമുളക് കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന 2 ഏണികൾ. അതിനൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തോട്ടികൾ. ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് ഫ്രൂണിങ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള തോട്ടികൾ, അതുപോലെ നമുക്ക് കുറച്ച് ഈ ചക്കയും മാങ്ങയൊക്കെ വിളവെടുക്കാൻ തരത്തിലുള്ള തോട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ അടയ്ക്ക പറിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് ഈ തോട്ടി അല്ലേ? അതെ അതെ അതെ. അടയ്ക്ക പറിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു എനിക്കൊന്ന് മുകളിലേക്ക് കയറാൻ ആളെ കിട്ടാനില്ല. അടയ്ക്ക പലരും ഈ കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തൊട്ടി. അപ്പോൾ ഇത് എത്ര അടി വരെ ഇത് പോകും? ഇത് നമുക്ക് ഏകദേശം ഒരു 40 അടി വരെ ഉയർത്താം. 40 അടി വരെ. അത് ഉയർത്താനും വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ തോട്ടി നീട്ടി വെച്ചതിന് ശേഷം പൊക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നേരെ കുത്തി നിർത്തിയിട്ട് തന്നെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകാം. എന്താ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ. അപ്പോൾ നേരെ നിർത്തി പൊക്കാം. അപ്പോൾ മൊത്തം നിർത്തിയതിന് ശേഷം പൊക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനുള്ളൊരു സൗകര്യമാണ് ഇത്. അങ്ങനെ ഇത് 1 2 3 അങ്ങനെ 5 സ്റ്റെപ്പായിട്ട് നമുക്ക് 50 അടി വരെ, 40 അടി വരെ. ഒരു 40 അടി വരെ ഒരാൾക്ക് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ അധികമായാൽ പിന്നെ ഇത് ഒലച്ചിലധികം സാധ്യത ഉണ്ട്. ഇത് വെയിറ്റ് 50 അടിയിലും 60 അടിയിലൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മളത് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് 40 അടിയിൽ ആക്കിയത്. ഇതിന് വെയിറ്റ് ഭയങ്കരമാണോ? ഇല്ല, വെയിറ്റ് വളരെ കുറവാണ്. ഏകദേശം ഒരു 5 കിലോ. 5 കിലോ. ഇതുപോലെ തന്നെ വേറൊരു നോട്ടുണ്ട്, ഫൈബറിൽ, ഫുൾ ഫൈബറിൽ അല്ലേ? ഫുള്ളി ഫൈബർ ആയിട്ട്. ഇത് സാധാ ഫൈബർ അല്ല, കാർബൺ ഫൈബറാണ്. അതൊന്ന് കാണിച്ചത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതിന്റെ പ്രത്യേക തീരെ വെയിറ്റ് ഇല്ല, അതിന്റെ പകുതി വെയിറ്റ് വരുന്നുള്ളൂ. 2.5 അടി വരെ വരും. ഇതും സെയിം നീളം കിട്ടും, 40 അടി കിട്ടും. 40 അടി കിട്ടും. പക്ഷെ ഇതിന് 2.5 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. ഇത് 5 കിലോ വരുന്നുണ്ട്. അപ്പോൾ 5 കിലോ അത്ര ഹൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഇത് വരും. ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒറ്റ കൈ കൊണ്ട് തന്നെ വളരെ ഇതാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അടക്ക പറിക്കൽ. കാരണം കവുങ്ങ് നല്ല ഹൈറ്റിൽ പോകുന്നില്ല, 60 അടി ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതാണ് ഈ 2. പിന്നെ ഇതാവുമ്പോൾ വെയിറ്റ് കുറഞ്ഞ കാരണം നമുക്ക് ഏണിയിൽ കയറിയിട്ട് അവിടുന്ന് പറിക്കാം. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഇത് വെയിറ്റ് കൂടുതലുള്ള സാധനം ഏണിക്ക് മുകളിൽ നിന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. ഏകദേശം ഈ കവുങ്ങിൻ്റെ അത്ര ഹൈറ്റിൽ ഇത് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 2 സ്റ്റെപ്പും കൂടി ഉയർത്താനുണ്ട്. എത്ര ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് എത്ര ഹൈറ്റ് വന്നാലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് പൊക്കി നോക്കുന്നത്. സിമ്പിളായിട്ട് വളരെ സിമ്പിളാണ്, തീരെ വെയിറ്റ് ഇല്ല. ശരിയാണ് കേട്ടോ. ഇത് നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റാണ്, അലൂമിനിയം തോട്ടി. അത് ഫുള്ളായിട്ട് അലൂമിനിയത്തിൽ തീർത്താണ്. ഇതിൻ്റെ പിടിക്കുന്ന ഭാഗം ലാമിനേഷൻ ഉണ്ട്. ഒരു 6 അടി 7 അടി ഉയരത്തിൽ ലാമിനേഷൻ വരുന്നുണ്ട് നമ്മളെ പിടിക്കുന്ന ഭാഗം. അപ്പോൾ ചെറിയ ഇലക്ട്രിക് ഷോക്കുകളൊക്കെ നമുക്കതിൽ നിന്ന് ആകാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 36 അടി വരെ നമുക്ക് നീട്ടി ഉപയോഗിക്കാം. 36 അടി ലെങ്ത്ത് വരെ നമുക്ക് കിട്ടും. 12 അടിയുടെ 3 പീസാണുള്ളത്, 3 ലെങ്ത്ത്. അപ്പോൾ ഇത് നീട്ടാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ലൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നീട്ടി ഉപയോഗിക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന അരിവാത്തോട്ടിയായിട്ടാണ് ഇത് പ്രധാനമായിട്ടും? അതെ അതെ, ഇത് കത്തിയായിട്ടാണ്. നമ്മുടെ അടക്ക പറിക്കൽ, തേങ്ങ പറിക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അടക്കയുടെ കൊലയൊക്കെ വെട്ടിയിടാനും തേങ്ങ പറിച്ചിടാനൊക്കെ ഉപയോഗിക്കാം. ഈ 2 ഞെട്ട് അയച്ചിട്ട് നമുക്ക് ഇതിലാവശ്യമുള്ള വേറെ എന്തും ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതേ അളവിൽ വരുന്ന ഓളിട്ടിട്ട് നമുക്ക് വാൾ ഉപയോഗിക്കാം, അതുപോലെ നെറ്റ് ഉപയോഗിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളിതിൻ്റെ കൂടെ ചെയ്യുന്നത് കത്തി മാത്രമാണ്. ഇത് ആളുകളുടെ പർപ്പസ് അനുസരിച്ച് അവർക്ക് എന്തും ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മൻസൂർ മച്ചാൻ നമുക്ക് വേണ്ടിയിട്ടൊരു പാഷൻ ഫ്രൂട്ട് വലയിട്ട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം തിന്നാലോ മച്ചാനെ, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ആഹാ, നല്ല ഗംഭീര പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ കഥ പറയാൻ വന്നതല്ല, ഈ തോട്ടിയെ പറ്റി പറയാൻ വന്നതാണ് അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇത് നമുക്ക് എല്ലാവിധ ഫ്രൂട്ട്സുകളും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാങ്ങ, പപ്പായ, അതുപോലെ പാഷൻ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള
നമുക്ക് കയ്യെത്താ ദൂരത്തുള്ള എല്ലാം പറിച്ചെടുക്കാനുള്ള, അതായത് അത് താഴെ വീണ് ഉടഞ്ഞു പോകാതെ നിലത്ത് വീഴാതെ പറിച്ചെടുക്കാം. ഈ ഒരു വലക്കകത്ത് വെച്ച് അല്ലേ? അതെ അതെ. ഇതൊരു ബ്ലേഡും ഉണ്ട്. അതെ അതെ, ബ്ലേഡ് ഉണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കട്ടായി വീണു ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അല്ലേ? അപ്പൊ ഇത് ഏത് ഇങ്ങനത്തെ ഏത് വിളകളും പറിച്ചെടുക്കാം. എത്ര ഇതിന്റെ ഉയരം എത്ര വരെ? ഇതിന് മാക്സിമം 20 അടി വരെ ഉയരം. 20 അടി. ഇത് ഫൈബർ അല്ലേ ഈ സാധനം? അതെ അതെ, ഇത് ഫൈബർ ആണ്, നൈലോൺ ഫൈബർ. ഇത് ഏകദേശം 20 അടി വരെ നമുക്ക് ഉയർത്താം. 20 അടി. ഓക്കെ, നമ്മൾ ഇത് എന്തായാലും പരിചയപ്പെടുത്താം എല്ലാവർക്കും കൂടെ അല്ലേ? നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാവില് അല്ലെങ്കിൽ മാവ്, അതുപോലെ അപ്പുറം റംബൂട്ടാൻ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫ്രൂണിങ് നടത്തേണ്ട ഒരു സമയം കുറച്ച് ഉയരത്തിലാണെങ്കിൽ അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സാധനമാണ് ഈ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് വലിക്കുന്നു, കാരറ്റിൽ വലിക്കുമ്പോൾ കത്രി പോലെ ഇതിൻ്റെ ഇത് എത്ര അടി ഉയരത്തിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു റോപ്പിൽ ഇത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് അത്രയും വലുപ്പമുള്ള ഒരു കമ്പാണ് ഇപ്പം മുറിച്ച് കാണിക്കാൻ പോകുന്നത്. അത്രയും അതിന് വലുതാണെങ്കിലും മുറിയും അല്ലേ? അതെ അതെ. എന്നാൽ ഒന്ന് മുറിക്കാൻ വന്നു കണ്ട് വളരെ എളുപ്പത്തിൽ മുറിഞ്ഞു കഴിഞ്ഞ്. ഓക്കെ, നമ്മളതൊന്ന് എടുത്ത് കാണിക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ഷാർപ്പായിട്ട് ഇത്രയും വലുപ്പമുള്ള കമ്പാണ്. നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? നല്ല വലുപ്പത്തിലുള്ള കമ്പാണെങ്കിലും ഇതൊരു എനിക്കൊരു മാവിൻ്റെ കമ്പാണ്. ഇപ്പോൾ ഈ റംബൂട്ടാനൊക്കെയാണ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. റംബൂട്ടാനൊക്കെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. ഇത് ഇത്രയും വലുപ്പമുള്ള കമ്പാണ് കണ്ടോ. അത് നല്ല കട്ടിങ് ഉണ്ടോ, ഒട്ടുപോലും ഇവിടെ ഒന്നും ഡാമേജ് വന്നിട്ടുമില്ല. ഇതിൻ്റെ ഒരു സ്കിന്നിനൊന്നും ഈ തൊലിക്കൊന്നും കുറച്ചുപോലും ഡാമേജ് വന്നിട്ടില്ല. അല്ലാതെ കട്ട് ചെയ്ത് പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു തോട്ടി, വാള് കൂടിയ തോട്ടി അല്ലേ? ഇത് വേണമെങ്കിൽ ഇങ്ങനെ അഴിച്ചെടുക്കാം ഇവിടുന്ന്. പിടിയെടുത്ത് ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പിടിച്ച് ഉപയോഗിക്കാം. അതുകൂടാതെ ഇത് തോട്ടിയിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നല്ല ഷാർപ്പാണ് ഇവിടെ അല്ലേ? യെസ്. എത്ര വലുപ്പമുള്ള ഇത് കട്ട് ചെയ്ത് കളയാം? എത്ര വലുപ്പമുള്ളത്? ഇത് എല്ലാത്തിനും ശരിക്കും ഉപയോഗിക്കുന്നത് എന്നതിനാണ്? ശരിക്കും നമ്മുടെ ഈ വീടിന്റെ മുകളിലേക്ക് തൂങ്ങിയ കമ്പ് കട്ട് ചെയ്യാൻ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള എന്തോരം വലുപ്പമുള്ളതാണ് കട്ട് ചെയ്ത് കളയാം. എന്തോരം വലുപ്പമുള്ള കട്ട് ഇങ്ങനെ. അതെ അതെ. അപ്പൊ ഇങ്ങനെ ഇത്ര സമയം ഇങ്ങനെ മുകളിൽ നിന്ന് പിടിച്ച് അറക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെ? ഇത്ര നീളത്തിൽ അല്ല, അത് നല്ല ഷാർപ്പാണ്. ഓക്കെ. ഇതെന്ത് സാധനം? ഇത് അത് സാധാ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഒടിഞ്ഞൊന്നും പോകല്ലോ? അല്ല, ഒടിഞ്ഞൊന്നും പോകില്ല. ഇങ്ങനെ വളഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. സ്ട്രോങ് ഉള്ളതാണ്. ഓക്കെ, എന്നാൽ ഒന്ന് അറുത്ത് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് എൻ്റെ തല ഇറക്കല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ മുറിച്ചിട്ടൊരു കമ്പ് ഇതാണ്. ഇത്രയും വലിയൊരു കമ്പ് ആ മുകളിൽ നിന്ന് മുറിച്ചിട്ടു. അത് ഈ ഒരു വാള് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കും. ഇതിവിടെ കയറ്റിയിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഒരു മൂർച്ച എന്തായാലും ഉണ്ടെന്നോ അല്ലേ? അതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ രണ്ട് ഭാഗം ഇത് തൊലിയിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്തല്ല ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. അന്നേരം അത് പെട്ടെന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും. അത് ചെറിയൊരു പ്രാക്ടീസ് വേണം അല്ലേ? അതെ അതെ. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും. അപ്പോൾ ആ ഒരു സാധനമാണ് ഇത്. നമ്മളവിടെയൊക്കെ KCB ആളുകൾ ലൈൻ അവരിത് ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട് ഈ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. അതായത് നമ്മുടെ ഈ ടച്ച് വെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? ടച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. അലുമിനിയം ലാഡറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഈ കുരുമുളക് പറിക്കുക, അതുപോലെ ഏത് കൃഷിവിളകൾക്ക് ഏതിനും വേണമെങ്കിലും നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ വീതിയാണ്. അതുതന്നെ ഇത് ഫൈബറാണ് ഈ സാധനം, ഇത് അലുമിനിയം. ഇത് കുറേ അധികം സമയം ലാസ്റ്റ് ചെയ്യും. അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഏത് കൃഷിയിടത്തിൽ ഏതിലെ വേണമെങ്കിലും ഒറ്റ കയ്യിൽ വേണമെങ്കിലും ഇത് മാനേജ് ചെയ്തുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ചുവടൊന്നും അനങ്ങത്തില്ലല്ലേ? അല്ല, അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ പെർഫെക്റ്റ് ആണ്. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് 2 ആണി വരുന്നുണ്ട് അടിയിലേക്ക്. അത് കാരണം തന്നെ ഇത് കറങ്ങി പോകത്തില്ല, ട്വിസ്റ്റ് ചെയ്യില്ല. സാധാരണ നമ്മള് മുളയുടെ കേണിയിൽ കയറുമ്പോൾ ഒരു സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. ഇതാണ് ഉണ്ടാവില്ല. അവൻ അവിടെ സെറ്റായിട്ടിരുന്നു. അത് സെറ്റായിട്ട് അവിടേക്കും. അതായത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി ടൂളാണ്. ഈ ഏണിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ട്രീ ഹോൾഡ് ക്ലാമ്പ്. നമ്മുടെ മരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ തെങ്ങിലാണ് തെങ്ങിൻ്റെ വണ്ണാക്കുക, ഇനി കവുങ്ങിലാണെങ്കിൽ കവുങ്ങിൻ്റെ വണ്ണാക്കുക, ഇനി വണ്ണം കൂടിയ മരമാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഞെട്ട് ബോൾട്ടുണ്ട്. ആ ഞെട്ട് ലൂസാക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം മരത്തിൽ ചാരി ഉപയോഗിക്കാൻ. ആ ടൈറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ഫൈബർ ഏണിയല്ലേ? ഫൈബർ ഏണി. ഇത് അലുമിനിയത്തിന് പകരം ഫൈബർ. അതെ അതെ. ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ശരി, അത് ഈ
കറണ്ട് ലൈൻ പോകുന്ന ഏരിയ അല്ലേ? തോട്ടങ്ങളിലൂടെ കറണ്ട് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ അവർക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫൈബറിൽ ചെയ്തത്. ലൈനെ തട്ടിയാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മെറ്റൽ പീസ് ഒന്നുമില്ല. ഇല്ല, ഇതിൽ മെറ്റൽ വരുന്നില്ല. ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശകല ഒലച്ചിലുണ്ട്, മറ്റേതുപോലെ അല്ല. കുറച്ച് കയറുമ്പം പക്ഷെ എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യം ഇല്ല. എന്നാലും ഞാൻ കയറുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ധൈര്യമായിട്ട് കയറാം. ഓ, ഇത് ഒലയുന്നുണ്ടെങ്കിലും പൊട്ടുന്നുള്ള ഭയം വേണ്ട. അത് അങ്ങനെ വേറെ പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് ഫൈബർ ആയത് കാരണമുള്ള ഒലച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഫുള്ളി ഫൈബറിൽ ചെയ്ത കോണിയാണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ, അതുപോലെ ലൈറ്റ് മാറ്റുക, ഗ്ലാസ് തുടക്കുക, ഇങ്ങനെയുള്ള 20 അടി ലെങ്ത്തിലുള്ള ഫുള്ളി ഫൈബറായി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഉറപ്പാണ്, നല്ല ഉറപ്പിലാണ്. ഇതിൻ്റെ അടിയിലൂടെ 2 അയൺ റാഡ് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇത് ഫൈബർ ആണെങ്കിലും പൊട്ടിപ്പോകുന്ന ഭയമൊന്നുമില്ല. 150 കിലോ വെയിറ്റ് കപ്പാസിറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 അയൺ റാഡ് അടിയിലൂടെ ഉള്ളത് കാരണം ഈ സ്റ്റെപ്പ് നല്ല ഉറപ്പ് കിട്ടും. ഈ നൈലോൺ ഫൈബറാണ് ഇതിൻ്റെ തണ്ട്, അതുപോലെ ഇതും ഫൈബറാണ്. ഫൈബറിൽ ഫുള്ളായിട്ട് ഫൈബറിൽ തീർത്ത ഒരു കോണിയാണിത്. ഇത് നമ്മുടെ ബിൽഡിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാൻ, അതുപോലെ നമ്മുടെ ബൾബ് മാറ്റുക, ലൈറ്റ് മാറ്റുക, അതുപോലെ നമ്മുടെ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മഴവെള്ളം പോകാനുണ്ടാക്കുന്ന പാത്തിയിൽ ഇല അടിഞ്ഞിട്ടോ അല്ലെങ്കിൽ കച്ചറ അടിഞ്ഞിട്ടൊക്കെ അത് ഇതാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോണിയാണ് ഇത്. ഇവരുടെ ഈ ഒരു ഫാക്ടറിയാണ് നമ്മൾ ശരിക്കും നിങ്ങളെ കാണിക്കാണ്ട് പോകുന്നത്. പല പീസാണ്, ഈ പീസുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഈ ലാഡർ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. പല വലുപ്പത്തിൽ ഏകദേശം എത്ര അടിയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഏതായാലും നമ്മുടെ ഒരു അണ്ണനുണ്ട്, അണ്ണോട് ചോദിച്ചു നോക്കാം. ഇല്ല, ഇത് എത്ര അടി വരെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്ററാണ്, 20 അടി. അതിൽ നമുക്കൊരു 10 അടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, അതായത് ഒരു 3 മീറ്ററും കൂടെ. 9 മീറ്റർ വരെ. അപ്പോൾ മൊത്തം 30 അടി. 30 അടി. ഓക്കെ, അതൊന്ന് എങ്ങനെ ജോയിൻ്റ് ചെയ്യുന്നത് കാണിക്കാം. അതിൻ്റെ ജോയിൻ്റ് വളരെ സിമ്പിളാണ്, ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതാണ് 10 അടിയുടെ പീസ്, ഇത് 20 അടിയുടെ പീസ്. ഇത് ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് ഇതാ ഒരു ലോക്ക് ഞെട്ടുണ്ട്, ഈ ലോക്ക് ഞെട്ട് ഇതിൽ കയറ്റിയിട്ട് ഞെട്ട്. ഇത് നമ്മളെ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 20 അടി ലെങ്ത്തിനെ 2 ആക്കി ഭാഗിച്ചാണ്. അതായത് 12 അടിയുടെ ഒരു ലെങ്ത്തും 8 അടിയുടെ ഒരു ലെങ്ത്തും. അപ്പോൾ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ, കുറഞ്ഞ ഉയരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ 12 അടി മാത്രമേ ഉപയോഗിക്കാം. കൂടുതൽ ഹൈറ്റ് വേണ്ട അടുത്തേക്ക് മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് 20 അടി ഒരു 6 മീറ്റർ ലെങ്ത്തിൽ ചിലപ്പോൾ നമ്മുടെ ഇതിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് സൂക്ഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നില്ല, പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്. സ്റ്റെപ്പിൻ്റെ അടിയിൽ നമ്മളൊരു ചെറിയ ഞെട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി എന്തെങ്കിലും കാരണത്താൽ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ, കാലക്രമേണ ഇത് വെയിലും മഴയും കൊണ്ട് ലൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു അപ്ഡേഷനാണത്. അപ്പോൾ ഇതുള്ളത് കാരണം സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി പോകുന്നൊരു പരാതി നമുക്ക് ഉണ്ടാകാറില്ല. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് ഇത് അസംബ്ലിങ് യൂണിറ്റ് ആണിത്.